എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മോര് കാച്ചിയത് എന്ന റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. ഇതുണ്ടാക്കാനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം ഉലുവ, വറ്റൽമുളക്, നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കളറൊന്ന് മാറാൻ തുടങ്ങുമ്പോഴത്തേനും അതിലേക്ക് വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല, പക്ഷെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഈ ഒരു പരിവാകുമ്പോഴത്തേനും അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറണോടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറിയതും മോര് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ഗ്ലാസ് തൈര് എടുത്തിട്ട് അതിലേക്ക് 1 ഗ്ലാസ് തന്നെ വെള്ളവും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താണ് ഇത്. നല്ല പുളിയുള്ള മോരെടുക്കുമായിരിക്കും കേട്ടോ നല്ലത്, അതിനാണ് ടേസ്റ്റ് കൂടുതൽ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ മോര് കാച്ചിയത് റെഡി. കൂട്ടാൻ വയ്ക്കാൻ കഷ്ണങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഈസി റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി കാണാം. എല്ലാവർക്കും നന്ദി.